ഹായ് ഗൈസ്, വൺ പഞ്ച് മാൻ സീസൺ 3 എപ്പിസോഡ് 1. 6 വർഷത്തിന് ശേഷമാണ് അവർ സീസൺ 3 ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ നല്ല രീതിയിൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഇന്നാണ് കണ്ടത്. നല്ല രീതിയിൽ കുഴപ്പമില്ല, ഒരു ആവറേജ് എപ്പിസോഡെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്റ്റോറി അത്യാവശ്യം ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ അതിൽ കുറേ ക്യാരക്ടേഴ്സ്, നമ്മൾ ലാസ്റ്റ് സീസണിൽ കണ്ട കുറേ ക്യാരക്ടേഴ്സ് കയറി വരുന്നുണ്ട്. അതിൻ്റെ സീസണിൻ്റെ ഒട്ടും ലാഗ് അടുപ്പിക്കാതെ തന്നെ സ്റ്റാർട്ടിങ് തന്നെ കഴിഞ്ഞ സീസണിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ ഓരോ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹീറോ അസോസിയേഷൻ ആണെങ്കിലും മോൺസ്റ്റർ അസോസിയേഷൻ ആണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ തുടക്കം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സീസണിൻ്റെ അവസാനം ഈ ഒരു കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. ഹീറോ അസോസിയേഷനിലെ ഒരു മെമ്പറിൻ്റെ പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇതിൽ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫ്ലോയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു എപ്പിസോഡ് കൂടുതലായിട്ടും ഒരു സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു. ഒത്തിരി കാര്യമായിട്ട് ആക്ഷൻസോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ഒരു പോസിറ്റീവായിട്ടെന്നൊക്കെ പറയാൻ പറ്റുന്നത്. പിന്നെ നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതലും കേട്ട സെയിം റിവ്യൂ തന്നെ. ഞാൻ കൂടുതലും കേട്ട റിവ്യൂസിലെ സെയിം സംഭവം തന്നെ. അതായത് ഇതിനകത്ത് ആനിമേഷൻസ് വലിയ കാര്യമായിട്ടില്ല. മെയിനായിട്ട് ഒരു മാങ്ക കളർ ചെയ്ത് ഒരു വീഡിയോ ആക്കി എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെയാണ് ഈ സംഭവം. അല്ലാതെ വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എനിക്കൊരു പ്രശ്നം തോന്നിയത് ഞാൻ ഈ ഫാസ്റ്റായിട്ട് സ്റ്റോറി മൂവ് ചെയ്യുമ്പോഴും അതിൻ്റെ നമുക്കൊരു ഫ്ലോ കിട്ടുന്നില്ല. ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു തോട്ട് പ്രോസസ്സ് പെട്ടെന്ന് സ്പീഡാവണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ. അതായത് നമുക്ക് എന്താ നടക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോൺസ്റ്റർ അസോസിയേഷനിൽ നിന്നും ഗാറ് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് എനിക്ക് ഒട്ടും അത് ലിങ്ക് ആവാതെ പോയി. അതെന്തോ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പം അങ്ങനെ കുറച്ച് സീൻസ് കുറേ ഉണ്ട്. അത് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നി. പിന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സമയത്ത് ആവശ്യമില്ലാത്ത കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് കയറ്റിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും അത് അനോയിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഉള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അടുത്ത എപ്പിസോഡ് ഇറങ്ങും. അപ്പോൾ ഇന്ന് കൂടുതലും ആക്ഷൻ കാണാനാണ് ഞാൻ ആക്ഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കണ്ടില്ലെങ്കിൽ ഞാൻ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. പക്ഷേ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.